ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. തിരുവനന്തപുരം ചാക്കയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിയെ കൊച്ചുവേളിയിലെ ഓടയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞ് ആരോഗ്യവതിയെന്നാണ് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മാനസ കൂടി ചേരുന്നു. മാനസ, 19 മണിക്കൂറിന് ശേഷം ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്? ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചുവേളിയിലെ ഓടയിൽ നിന്നുമാണല്ലോ. ഇപ്പോ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് കുട്ടിയെ ഒരു 7:15 കണ്ടുകിട്ടിയത്. ബ്രഹ്മോസിൻ്റെ പുറകിൽ ഒരു നല്ല ചാലുണ്ട്, തോട് പോലത്തെ ഒരു ചാലുണ്ട്. അതൊരു ചെറിയൊരു കാട് പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ മരങ്ങളും ഒക്കെ ഉണ്ട്, കുഴിയുമുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർമാരും പോലീസിൻ്റെ ടീം തന്നെ ഈ പ്രദേശത്താകെ തന്നെ അന്വേഷിക്കുകയായിരുന്നു. അന്വേഷിച്ച അവസരത്തിലാണ് ഈ കുഴിയിൽ കുട്ടി കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അന്വേഷിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2 പേരുണ്ട്, ചെറുപ്പക്കാരായ 2 പോലീസ് ഓഫീസർമാർ. അവർ ശ്രദ്ധയപ്പെടുകയും അവർ കുട്ടിയെടുക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ഇത്രയും ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. പ്രാഥമിക ശുശ്രൂഷ നൽകി ഡോക്ടർമാർ പരിശോധിച്ചു. കുട്ടിയുടെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വന്നു. കുട്ടി അതിന് ഭയന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. എന്തായാലും കേരള പോലീസിന് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കുറ്റാന്വേഷണ രംഗത്ത് അവർ തെളിയിച്ചിരിക്കുന്നത്. ഒരു വളരെ ജാഗ്രതയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണല്ലോ, രാത്രി ഏതാണ്ട് 1 മണിയോടെയല്ലേ, 1 മണിയോടെയാണ് കുട്ടിയെ മിസ്സാവുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർമാർ പറയുന്നത് ഇനി SAT ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷവും മറ്റ് ചില അന്വേഷണത്തിന് ശേഷവും മാത്രമേ അതിൻ്റെ യഥാർത്ഥ വസ്തുത സംബന്ധിച്ചും പറയാൻ ലഭിക്കുന്നുണ്ട്. എന്തായാലും കുട്ടി ഇപ്പോൾ ഇന്നലെ രാത്രി നഷ്ടപ്പെട്ടു. ഇന്ന് തിരിച്ച് കുട്ടിയെ കണ്ടുകിട്ടി. ഇതാണ് പറയുന്നത്. അക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ പോലീസിന് പറയാൻ പറ്റൂ. പോലീസ് ഓഫീസറുണ്ട് ഇത് പറയും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികൾ ആരെയെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസ്? ഇതിപ്പോൾ നമ്മൾ കുട്ടികൾ കിട്ടിയിട്ടുള്ള ഒരു ഭാഗത്തുള്ള മെഡിക്കൽ പരിശോധനയുടെ ഇടയിലാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചൊരു ഭാഗമാണ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള SATയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടി. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയൂ. അതൊരു സംശയം. നമ്മളതിന് മുൻപും പോലീസ് വ്യാപക പരിശോധന കൊച്ചുവേളി പരിസരത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം മുമ്പ് കൊണ്ട് വെച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് കൂടുതലായിട്ടുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ, കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കിട്ടിയിരുന്നത്. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യമാണ്. അത് കൂടുതലായിട്ട് സമയത്തായിരിക്കും ഒരുപക്ഷെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. അവിടെ ഇത് പരിശോധനകൾക്ക് ശേഷം പറയേണ്ട ഒരു കാര്യമാണ്.
അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയൂ. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനക്കിടയിലാണോ കുട്ടി അവിടെ? ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഞങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് നമുക്ക് അവസാനം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. CCTV ഇത്രയും പരിശോധിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും പോലീസിന് തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്? ഇന്ന് അതിരാവിലെ മുതൽ പരിശോധിച്ച CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗം, എന്നിരുന്നാൽ പോലും നമുക്കവിടെ കൃത്യമായി ഈ ഒഫൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാഗത്തൂടെ പാസ് ചെയ്ത ഓൾ സയൻസ് മുതൽ ചാക്ക വരെ പോകുന്ന ആ റോഡിലേക്ക് പാസ് ചെയ്ത മുഴുവൻ വെഹിക്കിൾസും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. മഞ്ഞ വണ്ടിയുടെ കാര്യം പറഞ്ഞില്ല. അതിനെ പറ്റിയിട്ടൊന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയൂ. ഈ നമ്മൾ ആദ്യം മുതലേ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആ സ്പോട്ടിലുള്ള ക്യാമറകളോ ബാക്കി കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട്, ഈ സ്ഥലം കുറച്ചുകൂടെ മാറി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വ്യക്തത ആദ്യം മുതലേ ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടോ, അല്ല കുട്ടി സ്വമേധയാ പോയതാണോ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പരിശോധനകൾ ഈ റൂട്ടുമായി ബന്ധപ്പെട്ട്, കുട്ടി ട്രാവൽ ചെയ്ത റൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയൊരു അനാലിസിസ് കൂടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം ഈ വിഷയത്തിൽ. നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയൊക്കെ മൊഴി തന്നിരുന്നു ഈ ഒരു മഞ്ഞ സ്കൂട്ടർ സംബന്ധിച്ച കാര്യം. കുട്ടിയുടെ സഹോദരൻ്റെ മൊഴിയും ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഈ സഹോദരൻ്റെ മൊഴി അനുസരിച്ചിട്ട് നമ്മൾ സ്കെച്ചും പ്ലാനൊക്കെ ഒരു ഡ്രോയിങ് സ്കെച്ചൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ ഒരു കുറച്ചും കൂടെ വെരിഫിക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ടാണ് അത് മീഡിയയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും നമ്മൾ വിടാതിരുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ചോദിച്ച ഒരു ചോദ്യം, അത് നമ്മൾക്കൊരു അനാലിസിസിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അന്വേഷണാവസ്ഥയിലിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ടുള്ള പ്രതികരണത്തിലാണ്. അടുത്ത ദിവസങ്ങൾ കുട്ടിയിരുന്ന വിവരങ്ങൾ കുട്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രായമായിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ കൂടെ മാത്രമേ ആ കുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഒരു പാനിക് സ്റ്റേജിലായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോകാൻ വേണ്ടി കഴിയും. പ്രതികളിലേക്കോ കൂടുതൽ അന്വേഷണം വേണ്ടി വരും. ഈ സംഭവം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള വ്യക്തത ഇപ്പോഴും വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ കൂടുതൽ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം പറയും. ഓക്കെ, താങ്ക് യു. 2 വയസ്സുകാരിയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം പോലീസും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മാനസ കൂടി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. മാനസ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്? ഒപ്പം ഈ കുട്ടിയെ എങ്ങനെയാണ് കണ്ടെത്തിയത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഏതായാലും വലിയൊരു ആശ്വാസ വാർത്തയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാവിലെ ഏകദേശം 12 മണിയോട് കൂടിയായിരുന്നു കുട്ടിയെ കാണാതായത്. ഇപ്പോൾ 19 മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടുകിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെയാണ് കുട്ടിക്ക് യാതൊരുവിധ സംഭവങ്ങളും നടക്കാതെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിരുന്നു ജനറൽ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയുമായി പോലീസ് വന്നത്. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും കുട്ടിയെ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ആരോഗ്യ സ്ഥിതികളൊക്കെയും ഇനിയും ആരോഗ്യസ്ഥിതിയിൽ ഇനിയും കാര്യമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ DCP സംസാരിച്ചത് കുട്ടി അധികം സംസാരിക്കുന്ന പ്രായമല്ല, കുട്ടിയിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കുട്ടി ഇപ്പോൾ പാനിക്കായ ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ അല്പസമയത്തിന് ശേഷം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിലായതിനു ശേഷം കുട്ടിയോട് സംസാരിച്ച് എങ്ങനെയാണ് കുട്ടി അവിടെ, അതായത് കൊച്ചുവേളി റെയിൽവേ ട്രാക്ക് പരിസരത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്, ആരാണ് കുട്ടിയെ കൊണ്ടുപോയതാണോ അതോ കുട്ടി തനിയെ നടന്നു പോയതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതൊക്കെയും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ലഭിക്കൂ എന്നാണ് ഇപ്പോൾ DCP നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും നമ്മളോട് പ്രതികരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ മുതൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ആന്റണി രാജു ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും കുട്ടിയെ കണ്ടുകിട്ടാനുള്ള പരിശ്രമത്തിൽ പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഏറിയ മണിക്കൂറുകൾക്ക് ശേഷമുള്ള കഠിനമായ പരിശ്രമത്തിനൊടുവിൽ കുട്ടിയെ കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുട്ടിയുടെ ജീവന് യാതൊരുവിധ സംഭവങ്ങളും ഇല്ലാതെ ഇപ്പോൾ കണ്ടുകിട്ടി SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ കുട്ടിയെ ആരാണ് കൊണ്ടുപോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം പ്രതികൾ ഉണ്ടെങ്കിൽ പ്രതികളെ പിടികൂടാനുള്ള കാര്യമായ ശ്രമം നടത്തും എന്ന് തന്നെയാണ് DCP ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മനസ്സ സൂചിപ്പിച്ച പോലെ തന്നെ 19 മണിക്കൂറിന് ശേഷമാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് പോലീസും മന്ത്രി അടക്കം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്നും കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം മാതാപിതാക്കൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്തിയതിന് മാതാപിതാക്കൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇനി വരും ദിവസങ്ങളിലെ അന്വേഷണം എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? നമുക്കറിയാം CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. മഞ്ഞ സ്കൂട്ടറൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്? എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 മണിക്കാണ് കുട്ടി മിസ്സിംഗ് ആകുന്നത്. ശേഷം 2:30 പോലീസ് സ്റ്റേഷനിലെത്തി പരാതി ലഭിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പരാതി സംശയമാണ് ഈ മഞ്ഞ സ്കൂട്ടറിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ രണ്ടാൾക്കിടയിൽ കുട്ടിയെ ഇരുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. അതോടൊപ്പമാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. CCTV ദൃശ്യത്തിലും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് എത്തി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിലും ഒരേ വഴിക്ക് തന്നെയായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരുത്താനായി വീണ്ടും പോലീസ് അന്വേഷണം ശക്തമാക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. ഏതായാലും പരാതിയിൽ പോലീസ് പരിശോധന വളരെ വ്യക്തമായി തന്നെയാണ് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ കൊല്ലം ജില്ലയിലും അതുപോലെ കന്യാകുമാരി ഉൾപ്പെടെയുള്ള, അതായത് തിരുവനന്തപുരത്തിന്റെ അയൽ ദേശങ്ങളായ കൊല്ലത്തും കന്യാകുമാരിയിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ വാർത്തയിലേക്ക് കേരളം പോയത്. അതുകൊണ്ട് തന്നെ ഈ 19 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും കുട്ടിയെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. നേരത്തെ അച്ഛനെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ കിട്ടി എന്ന വാർത്തയ്ക്കൊടുവിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ കൈകൂപ്പി നന്ദി പറയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും രാവിലെ മുതൽ കുട്ടി എവിടെ എന്നുള്ളത് കേരളം ഒന്നിച്ച് അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിന് ഇപ്പോൾ വിരാമമായിക്കൊണ്ട് കുട്ടിയെ കണ്ടെത്തുന്ന ഒരു ആശ്വാസ വാർത്തയിലേക്കാണ് പോയത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ തന്നെ മുൻപോട്ട് പോകും. അതോടൊപ്പം കുട്ടിക്ക് പിന്നിൽ, അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ വലിയ സംഘമുണ്ടോ, അതോ കുട്ടി എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്, അതോടൊപ്പം തന്നെ മറ്റു ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനായി ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും വീണ്ടും രക്ഷിതാക്കളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിലായിരിക്കണം. കുട്ടി ഇപ്പോൾ പാനിക് സിറ്റുവേഷനിലായത് കൊണ്ട് തന്നെ കുട്ടിയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് DCP സംസാരിച്ചത്. അതുകൊണ്ടാണ് വിദഗ്ധ ചികിത്സയ്ക്കായി SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ ചികിത്സയ്ക്ക് ശേഷം കുട്ടിയോട് സംസാരിക്കും. എന്നിട്ട് മാത്രമേ, അത് മാത്രമല്ല 2 വയസ്സ് മാത്രമാണ് കുട്ടിക്കുള്ളത്. എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള ഒരു വളർത്താ പ്രായം കൂടിയല്ല, 2 വയസ്സ് മാത്രമാണ്. അതും DCP സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യം വന്നാൽ വീണ്ടും പരിശോധിക്കും. അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടത്തും. പിന്നിലുള്ളവരെ പെട്ടെന്ന് തന്നെ പിടികൂടും എന്ന് തന്നെയാണ് DCP വ്യക്തമാക്കിയത്. ഒപ്പം മന്ത്രിയും നേരത്തെ പ്രതികരിച്ചിരുന്നു. പിന്നിൽ വലിയ സംഘമുണ്ടെങ്കിൽ അതടക്കമുള്ളവ അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയത്. അശ്വതി, മാനസ ഒരു കാര്യം കൂടി, ഈ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ? പോലീസ് എന്തെങ്കിലും സൂചന ഇതിനെപ്പറ്റി നൽകിയിട്ടുണ്ടോ? പോലീസ് നിലവിൽ ഒരു സൂചനയും നൽകിയിട്ടില്ല. അതോടൊപ്പം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും അന്വേഷണം ശക്തമായി തുടരും. പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. വന്നതിന് ശേഷം വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അശ്വതി, ആശ്വാസ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ചാക്കയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിയെ കൊച്ചുവേളിയിലെ ഓടയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. 19 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി ഇപ്പോൾ SIT ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞ് ആരോഗ്യവതി എന്നാണ് പോലീസും മന്ത്രിയും ഒക്കെ അറിയിച്ചത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും മാനസ നൽകിയത്.